ഓണത്തെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയം മഹാബലിയുടേതാണ്. പ്രപഞ്ചം മുഴുവൻ കീർത്തി അറിയിച്ച മഹാചക്രവർത്തിയാണ് മഹാബലി. മഹാബലി എന്നാൽ വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് അർത്ഥം. പേര് പോലെ തന്നെ മഹാത്യാഗിയായിരുന്നു മഹാബലി ചക്രവർത്തി. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം. മഹാബലിയുടെ നന്മ കണ്ട് അസൂയപ്പെട്ട ദേവന്മാർ സാക്ഷാൽ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. വാമന രൂപം കൈക്കൊണ്ട മഹാവിഷ്ണു മഹാബലിയോട് 3 അടി മണ്ണ് ദാനമായി ചോദിച്ചു. മഹാബലി 3 അടി മണ്ണ് വാഗ്ദാനം ചെയ്ത വാമനൻ വിശ്വരൂപം കൈക്കൊള്ളുകയും 2 അടി കൊണ്ട് 3 ലോകവും അളക്കുകയും ചെയ്തു. 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. എന്നാൽ 3ാമത്തെ അടി വെക്കുന്നതിന് മുൻപ് വാമനൻ മഹാബലിയോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ ഉള്ള അനുവാദം തരണമെന്നാണ് മഹാബലി ആവശ്യപ്പെട്ടത്. അതിനാൽ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ ദിനത്തിൽ മഹാബലി തന്റെ പ്രജകളെ കാണാൻ വന്നെത്തുമെന്നാണ് വിശ്വാസം. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിലവാം കതിരോണം. നിറമാർന്നൊരു നിറപുഞ്ചിരി നിറപ്പറയും നിറദീപം കനവിൽ തെളിയും പൊന്നോണം. തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ